മുതിർന്ന മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. അതായത് നമ്മളിപ്പോ ഒരു സ്വകാര്യ ചാനലിൽ മൂപ്പര് ഈ ഗൾഫ് സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രസ്താവന നടത്തിയല്ലോ. അത് സംബന്ധമായിട്ട് അദ്ദേഹത്തോട് വിശദീകരണം തേടിയാണ് 2 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകണമെന്ന്. സമസ്തയുടെ നിലപാടുകൾക്കും അതോടൊപ്പം തന്നെ സമസ്ത നേതൃത്വത്തിനെ സംബന്ധിച്ചുള്ള ഇതാണല്ലോ മൂപ്പര് പറഞ്ഞത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തോട് അതിന്റെ വിശദീകരണം തേടിയത്. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രഭാതം പത്രത്തിന് നയംമാറ്റമുണ്ടായി എന്നുമായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഇത്തരത്തിലൊരു നടപടി വരുന്നു, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്നു രാവിലെയാണ് സുപ്രഭാതം ചീഫ് എഡിറ്ററും ഒപ്പം തന്നെ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് നയംമാറ്റം സംഭവിച്ചു എന്നുള്ളതുമായിരുന്നു. ഇത് വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് സമസ്ത നേതൃത്വം നോട്ടീസ് അയച്ചിരിക്കുന്നത്. സമസ്തയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന സമസ്തയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 48 മണിക്കൂറിനകം മറുപടി നൽകണമെന്നുള്ളതാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ സമസ്തയിലെ മുതിർന്ന നേതാവിന് എതിരെയുള്ള ഒരു നോട്ടീസ് നൽകി നേരെ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് സമസ്ത ഒരു മുഷാവറ യോഗം പോലും ചേരുന്നതിന് മുന്നേ തന്നെ അടിയന്തരം ഇടപെടൽ നടത്തി ഒരു നോട്ടീസ് നൽകി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഏതായാലും നിലവിൽ ഇത് വലിയ ചർച്ചയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയിൽ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്ന ഒരു വിഭാഗം നദ്വിയെ രംഗത്ത് അനുകൂലിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ അടുത്ത മുഷാവറ യോഗത്തിലും വിഷയം ചർച്ചയാക്കാനാണ് നീക്കം. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന്.